കഥ പാതി വഴിയിൽ പാർട്ട് 14. അവതരണം ഷെറിനൌഷ. അഭിരാമി അലക്സിയുടെ ഷോൾഡറിൽ തട്ടി അവനെ സമാധാനിപ്പിച്ചു. സാരമില്ല സാർ, ഞാൻ ഇതൊന്നും അറിയാതെ ചോദിച്ചു പോയതാ. സാറും ഭാര്യയും ഡിവോഴ്സ് ആവാൻ പോവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ടൗണിലെ ബുക്ക് സ്റ്റാളിന് മുൻപിലെത്തിയതും അഭിരാമി അലക്സിയോട് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞു. ഇവിടെ വരെ മതി സാർ, വീട്ടിലേക്ക് സാറ് വരണ്ട. മമ്മിയും ഡാഡിയും ഒക്കെ കണ്ടാൽ അത് വലിയ പ്രശ്നമാവും. ഞാനങ്ങനെ മറ്റുള്ളവർക്കൊപ്പം വണ്ടിയിൽ വരുന്നതൊന്നും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. അവൾ അലക്സിയുടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ്റെ മുഖത്ത് നിരാശ പടർന്നു. നിൽക്കഭിരാമി, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. പക്ഷേ നമുക്കിവിടെ കൂൾബാറിൽ കയറി തണുത്തതെന്തെങ്കിലും കഴിക്കാം. അലക്സി മുന്നിലെ ഷോപ്പിലേക്ക് നോക്കി. അതിനെന്താ, സാറിന് സമയമുണ്ടെങ്കിൽ എനിക്കെന്താ പ്രയാസം? അവൾ അവൻ്റെ കൂടെ ഷോപ്പിലേക്ക് കയറി. സ്റ്റെപ്പ് കയറുമ്പോൾ അവൾ കാലിൽ വേദന കൊണ്ട് അലക്സിയുടെ കൈകളിൽ താങ്ങി പിടിച്ചു. അവളുടെ ഓരോ സ്പർശനത്തിലും അലക്സിയുടെ ഉടലാകെ കുളിരണിഞ്ഞു. ഇതേ സമയം പുറത്ത് ഡോക്ടർ വിഷ്ണു അവരെ രണ്ടുപേരെയും നോക്കി. പുഞ്ചിരിയോടെ ജ്യൂസ് കഴിക്കുകയാണ് അവർ രണ്ടുപേരും. അവൻ അവിടേക്ക് കയറി ചെന്നു. ശേഷം അവർ കാണാതെ അലക്സിയുടെയും അഭിരാമിയുടെയും ഒരു ഫോട്ടോ എടുത്തു. കൊള്ളാം, ഇത് മതി. ഇതാവുമ്പോൾ അലക്സിയെ നന്നായി കാണുന്നുണ്ട്. എന്നാൽ അഭിരാമിയുടെ സൈഡ് വശം മാത്രമേ കാണുന്നുള്ളൂ. അവളെ വ്യക്തമായി കാണാൻ പൂജയ്ക്ക് കഴിയില്ല. വിഷ്ണു ആരും കാണാതെ പുറത്തിറങ്ങി വണ്ടിയിലേക്ക് തന്നെ കയറിയിരുന്നു. എന്നിട്ട് പൂജയുടെ നമ്പറിലേക്ക് വിളിച്ചു. പരിചയമില്ലാത്ത നമ്പർ കണ്ടുകൊണ്ടാണ് പൂജ ഫോൺ എടുത്തത്. ഹലോ പൂജ, നീ നിൻ്റെ ഹസ്ബൻഡായ മഹേഷിനെ ഉപേക്ഷിച്ച് അലക്സിയുടെ കൂടെ വന്നിട്ട് എത്ര ദിവസങ്ങളായി? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട പൂജയുടെ കണ്ണുകൾ കുറുകി. നിങ്ങളാരാ? എന്നോടിതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? അവൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചോദിച്ചു. ഞാൻ ആരോ ആവട്ടെ, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് കൂടെ വന്നിരിക്കുന്ന അലക്സി മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. നിങ്ങളുടെ നമ്പറിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അത് കണ്ട ശേഷം മാത്രം നിങ്ങൾ എൻ്റെ വാക്കുകൾ വിശ്വസിച്ചാൽ മതി. വിഷ്ണു പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. പൂജയുടെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. ഹലോ ഹലോ. കോൾ കട്ടായത് കണ്ട അവൾ വേഗം വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ആ നമ്പറിൽ നിന്നും വന്ന ഒരു ഫോട്ടോ പൂജ കാണുകയും ചെയ്തു. അതൊരു കൂൾ ബാർ ആയിരുന്നു. അവിടെ ജ്യൂസ് കഴിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അലക്സിയാണ്. അവൻ്റെ മുഖം നല്ല ഹാപ്പി മൂഡിലാണുള്ളത്. പൂജയുടെ കണ്ണുകൾ അവൻ്റെ അടുത്തുള്ള പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞു. അവളുടെ മുഖം വ്യക്തമല്ല. പൂജയുടെ ഉടലാകെ വിറച്ചു. താൻ ലഞ്ചിന് പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിവായതാണ്. എന്നിട്ടിപ്പോൾ മറ്റേതോ ഒരു പെണ്ണിൻ്റെ കൂടെ പുറത്തു പോയിരിക്കുന്നു. അവൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അരികിലെ ടേബിളിലുള്ള ഫ്ലവർ വേസ് അവൾ തട്ടിത്തെറിപ്പിച്ചു. ആദ്യത്തെ ഉന്നം അത് പിഴച്ചില്ലല്ലോ എന്ന കൃതജ്ഞതയോടെയാണ് വിഷ്ണു അവിടെ നിന്നും തിരിച്ചു പോയത്. സാർ, ഞാൻ ഇറങ്ങട്ടെ. കാലിന് നല്ല വേദനയുണ്ട്. കുറച്ച് സമയം ഒന്ന് കിടക്കണം, അപ്പോൾ ശരിയാവും. അഭിരാമി അവിടെ നിന്നും എഴുന്നേറ്റു. അലക്സിയും അവൾക്കൊപ്പം തന്നെ എഴുന്നേറ്റു. അഭിരാമി, താൻ സാറെന്നുള്ള ഈ വിളിയൊന്ന് നിർത്തണം. അതൊക്കെ ഓഫീസിൽ മാത്രം മതി. താൻ അലക്സിയെന്ന് വിളിച്ചാൽ മതി. അപ്പോഴേ ഒരടുപ്പത്തോടെ സംസാരിക്കാൻ പറ്റൂ. അയാൾ വശ്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അഭിരാമി അയാൾക്ക് ബായ് പറഞ്ഞു. റോഡിനപ്പുറം അവളെയും കാത്ത് മഹേഷ് നിൽപ്പുണ്ടായിരുന്നു. അഭിരാമി സന്തോഷത്തോടെ അവൻ്റെ കാറിലേക്ക് ഓടിച്ചെന്ന് കയറി. എൻ്റെ അഭി, താനിന്ന് ഹാപ്പിയാണല്ലോ. മഹേഷ് അവളെ നോക്കി അത്ഭുതപ്പെട്ടു. മഹി, ഇന്നത്തെ നമ്മുടെ പ്ലാനിംഗ് എല്ലാം പെർഫെക്റ്റായി നടന്നു. എവിടെയും നമുക്ക് പിഴച്ചില്ല. വിഷ്ണു പൂജയെ വിളിച്ചിരുന്നു. എനിക്ക് മെസ്സേജ് ഉണ്ട്. എല്ലാം ഓക്കെയായി. ഇനി നമുക്ക് നാളത്തെ കാര്യം നോക്കിയാൽ മതി. മഹിയുടെ മുഖത്തും തെളിച്ചം വീണു. ഇപ്പോൾ പൂജയുടെ മനസ്സിൽ അലക്സിയുടെ പോയ്മുഖം തെളിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവൻ പല്ല് കടിച്ചു. വൈകിട്ട് അലക്സി ഭരതനൊപ്പം ബാറിലായിരുന്നു. നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? അലക്സി ഭരതനെ നോക്കി. ഞാൻ എന്തിനു സന്തോഷിക്കണം? നീ അവളുടെ കൂടെ സ്വന്തം പോയതല്ലേ. തിളങ്ങുന്നൊരു പെണ്ണിനെ കണ്ടപ്പോൾ നീ എന്നെ മറന്നു. ഭരതൻ്റെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു. യമുനയുടെ കൂടെ ഞാൻ ആദ്യമായി കറങ്ങാൻ പോയപ്പോൾ എൻ്റെ കൂടെ നീയും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടിയല്ലേ അവൾക്കൊപ്പം ആഘോഷിച്ചത്. എന്നിട്ട് നീയോ, തൊലിവെളുപ്പുള്ള ഒരുത്തി വന്ന് മുന്നിൽ നിന്നപ്പോൾ നീ എന്നെ മറന്നു. താര നിൻ്റെ ഭാര്യയായിരുന്നു.
അവളെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പൂജയെ നീ കെട്ടാൻ പോവാന്ന് പറഞ്ഞ് താരയെ നീ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ വിശ്വസിച്ചു. പൂജയെയും എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അഭിരാമി, അവൾ അങ്ങനെയല്ലല്ലോ. അവളെ നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് ശരിയായില്ല. ഭരതൻ വിടാൻ ഭാവമില്ലെന്ന് അലക്സിക്ക് മനസ്സിലായി. ഭരത, താനൊന്ന് അടങ്ങ്. ഞാൻ അവളെ ഇന്നലെ പരിചയപ്പെട്ടതേ ഉള്ളൂ. ഒന്നടുക്കാതെ എങ്ങനെയാ അവളുടെ സ്വഭാവം മനസ്സിലാവുന്നത്? എല്ലാം ഒന്ന് ക്ലിയറായി കഴിഞ്ഞാൽ നിന്നെ കൂടി ഞാൻ അവളെ പരിചയപ്പെടുത്താം. തൽക്കാലത്തേക്ക് അലക്സി ഭരതനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. രാത്രിയിൽ അലക്സി വീട്ടിലേക്ക് വന്നു കയറി. പുറത്തൊന്നും വെളിച്ചമുണ്ടായിരുന്നില്ല. പൂജ വീട്ടിലില്ലേ എന്നവൻ സംശയിച്ചു. ഉച്ചയ്ക്ക് മുൻപ് അവൾ ഫോൺ ചെയ്തത് അലക്സിക്ക് ഓർമ്മ വന്നു. ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞിരുന്നു. അഭിരാമി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവളെ നിരാശപ്പെടുത്തേണ്ടി വന്നു. ഒരുപക്ഷെ അവൾ പിണങ്ങി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുമോ? അവൻ വീടിൻ്റെ മുൻവശത്ത് ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. എന്നാൽ ആരുടെയും ഒരനക്കവും വീട്ടിൽ നിന്നും കേൾക്കുന്നില്ലായിരുന്നു. അവൻ ഫോണെടുത്ത് പൂജയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. ഫോണിലും കിട്ടാതായപ്പോൾ അലക്സി സിറ്റൗട്ടിലൂടെ പതിയെ നടന്നു. അപ്പോഴാണ് അവൻ മുൻവശത്തെ വാതിൽ അടച്ചിട്ടില്ലെന്നത് മനസ്സിലാക്കിയത്. നേരിയ കാറ്റിൽ വാതിൽ ഇളകുന്നുണ്ട്. അവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. പൂജ! അല്പമൊരു പേടിയോടെ അലക്സി ലൈറ്റ് ഓൺ ചെയ്തു. വെളിച്ചം വീണ ഡൈനിങ് ഹാളിൽ ആരുമുണ്ടായിരുന്നില്ല. പൂജ! അവൻ വിളിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് കയറി ചെന്നു. അവിടെയും അവൻ വെളിച്ചം കത്തിച്ചു. അകത്താകെ പ്രകാശം പരന്നു. കട്ടിലിൽ നിർവികാരമായിരിക്കുകയാണ് പൂജ. അവളുടെ മുഖമാകെ കരഞ്ഞു കലങ്ങിയിരുന്നു. റൂമിലാകെ അലങ്കോലമായി വലിച്ചെറിഞ്ഞ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നു. ഫ്ലവർ വേസ് പൊട്ടിച്ചിതറിയ രീതിയിൽ നിലത്ത് മുഴുവനുമുണ്ട്. പൂജ, എന്താണിവിടെ സംഭവിച്ചത്? തനിക്ക് എന്തു പറ്റി? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? അവൻ ഓടി വന്ന് അവളുടെ അരികത്തിരുന്നു. ഇവിടെ എന്തൊക്കെയാ നടന്നിട്ടുണ്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ അവളെ കട്ടിലിൽ നിന്നും ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ രൂക്ഷമായി അവനെയൊന്ന് നോക്കി. അലക്സി, താലി കെട്ടിയ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ കുഞ്ഞിനെ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. മമ്മിക്കും ഡാഡിക്കും ഒന്നും എൻ്റെ ഈ തീരുമാനം ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തി. അവളുടെ അലക്സിയോടുള്ള സങ്കടവും ദേഷ്യവും അണപൊട്ടി ഒഴുകുകയായിരുന്നു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു.